ഹലോ, നമസ്കാരം. ഞാൻ KR മിനി. സുഖല്ലേ? ഇന്നലെയും ചോദിച്ച സുഖല്ലേ? ഒരു ദിവസം കൊണ്ട് സുഖക്കുറവ് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം വരാം. ഉള്ള ആൾക്കാരുണ്ടാവും. നമ്മളെ ഓരോ നിമിഷവും മാറി മറിയാൻ അധികം സമയം വേണ്ട. പിന്നെ എനിക്കിന്ന് മലപ്പുറം വരെ ഒന്ന് പോകാനുണ്ട്. ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് വേഗം പോയിട്ട് വരണം എന്ന് വിചാരിച്ചത്. അപ്പം ടീച്ചർ പറഞ്ഞു ഇന്നില്ല, അരങ്ങേറ്റുള്ള കുട്ടികൾക്ക് മാത്രമേ ഇന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മിനിഞ്ഞാന്ന് നമ്മളെ കണ്ണാടിക്കൽ അർജുൻ മരിച്ചതിൻ്റെ 1ാം ചരമവാർഷികം അല്ലേ? പല ആൾക്കാരും മറന്നുപോയി. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് അത്തരം സംഭവങ്ങളൊന്നും മറന്നു പോകില്ല. എങ്ങനെ ശ്രമിച്ചാലും മറക്കാൻ പറ്റില്ല. കാരണം ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിന് ആഴത്തിൽ സ്പർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില വാക്കുകളായിരിക്കാം, ചില സന്ദർഭങ്ങളായിരിക്കാം, ചില കാഴ്ചകളായിരിക്കാം. ഇതൊന്നും മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മളെ ശ്രദ്ധ ഒന്ന് മാറിപ്പോവും. 1ാം വാർഷികമായി അവനെ പുറത്തിറങ്ങുമ്പോൾ ഈ ടോറസ് വണ്ടിയൊക്കെ കാണുമ്പോഴേ അയ്യോ, ഇങ്ങനത്തെ ഒരു വണ്ടിയിലല്ലേ അർജുൻ മുങ്ങിപ്പോയത്, വെള്ളത്തിൽ ഗംഗാവലിയുടെ ആഴങ്ങളിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഞാനൊരു തവണ വെള്ളത്തിൽ മുങ്ങിയതാണ്. മുങ്ങിയതെന്ന് പറഞ്ഞിട്ട് മുക്കിയതാണ്. കുട്ടിപ്രായത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള കളിയിൽ ഞാൻ തോറ്റപ്പോഴേ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി കൂടെയുള്ള കുട്ടികൾ മുക്കി കഴുത്തിന് ചവിട്ടി താഴ്ത്തി പിടിച്ച് വെള്ളത്തിൽ. ആ സമയത്ത് ഉണ്ടല്ലോ, ആ ശ്വാസം കിട്ടാനുള്ള നമ്മളൊരു ഒരു ഒരു വെപ്രാളം. കുഞ്ഞു കുഞ്ഞു പരൽമീനൊക്കെ നമുക്ക് തിമിംഗലങ്ങളായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ വലിപ്പം കൂടുകയാണ് ശ്വാസം കിട്ടാതെ പെടയുമ്പോഴേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ജീവൻ പോകാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടായി കാണും. അപ്പം അതിനെപ്പറ്റി ഞാൻ എഴുതി. അർജുൻ എൻ്റെ ആരുമല്ല, നാട്ടുകാരനോ രക്തബന്ധമോ കൂടെ പഠിച്ചതോ ഒന്നുമല്ല. എന്നാലും നമ്മൾ മലയാളികളുടെ മനസ്സിൽ, മനുഷ്യത്വമുള്ളവരുടെ മനസ്സിൽ ഒരു തീരാത്ത വേദനയാണ്. ഇത്തരം കാര്യങ്ങൾ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട്. സഹിക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ എന്ത് കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ആഴവും പരപ്പും നമുക്കറിയുള്ളൂ. അതുവരെ നമ്മൾക്ക് കഥകളാണ്, കേൾക്കും, കേട്ട് മറക്കും, അടുത്തതിലേക്ക് കടക്കും, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എഴുതിയതാണോ ഇഷ്ടപ്പെടാത്തത്, അർജുനെയാണോ ഇഷ്ടപ്പെടാത്തത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ചില പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്കൊരു ലഹരിയാണ് എഴുത്ത്. എല്ലാവർക്കും മറ്റു ലഹരികളാണെങ്കിൽ എനിക്ക് എഴുത്താണ് എൻ്റെ ലഹരി. അത് ആയിരക്കണക്കിന് ആൾക്കാർ വായിക്കണം, അഭിപ്രായം പറയണം എന്നൊന്നും എനിക്കില്ല. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുത്താനുള്ളൊരു എഴുത്ത് രീതി എനിക്കറിയില്ല. പൊതുവേ ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടൊരു സംഭവം എൻ്റെ വിലയിരുത്തലാട്ടോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. അശ്ലീലം കലർന്ന സംഭാഷണങ്ങൾ, അവിഹിത കഥകൾ, ലൈംഗികത മുറ്റി നിൽക്കുന്ന ചിത്രങ്ങളും വരകളും എഴുത്തുകളും, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മാർക്കറ്റുള്ളത് ഇന്നത്തെ കാലത്ത്. അത് കേൾക്കാനും കാണാനും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം കാണാം അതിൻ്റെ അടിയിൽ വന്ന് കമിഴ്ന്ന് കിടക്കുകയാണ്, കമൻ്റ് ഇടാനായിട്ടെങ്കിലും. എന്നാൽ നല്ലൊരു 2 വരി എഴുതിയിട്ടാൽ, നല്ലൊരു ചിത്രം കണ്ടാൽ അധികം ആൾക്കാർക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇത്തരം ഉള്ളതിന് നല്ലൊരു സ്പെഷ്യൽ എഫക്റ്റ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എനിക്കങ്ങനെ ഒരാളെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടുള്ള എഴുത്തൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ എഴുത്ത് വായിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വായിച്ചാൽ മതി. ഞാൻ ജ്ഞാനപീഠ അവാർഡോ പുല്ലാങ്കുഴൽ ഓടക്കുഴൽ അവാർഡോ പിന്നെ നൊബേൽ സമ്മാനോ ഇതൊന്നും ലക്ഷ്യമിട്ടിട്ട് എഴുതുന്ന ആളല്ല. എൻ്റെ ഒരു സന്തോഷത്തിന് എഴുതണം. എൻ്റെ വാളിൽ ഞാനിത് പോസ്റ്റ് ചെയ്യണം. താല്പര്യമുള്ള ആൾക്കാർ വായിച്ചാൽ മതി, കണ്ടാലും മതി. കാരണം ഞാൻ എവിടെയും വൃത്തികേടുകൾ എഴുതി വെക്കണില്ല, മോശപ്പെട്ട രീതിയിലുള്ള ഒന്നുമില്ല. ഞാൻ എന്താണോ, എൻ്റെ മനസ്സിലെന്താണോ, എൻ്റെ സങ്കല്പങ്ങൾ എന്താണോ, സ്വപ്നങ്ങൾ എന്താണോ, അനുഭവങ്ങൾ എന്താണോ, ഇതൊക്കെ എൻ്റെ എഴുത്തിലുണ്ടാവുള്ളൂ. കുറച്ചൊക്കെ സാങ്കല്പികം. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എന്ത് സങ്കല്പിച്ചൂടെ? ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ കയറി അവിടെ ഇന്ത്യൻ പതാക പിടിച്ച് നിൽക്കണമൊക്കെ ഞാൻ സങ്കല്പിക്കാറുണ്ട്. എവറസ്റ്റ് പോയിട്ട് മലപ്പുറം ജില്ലയിലൊരു കുന്ന് പോലും കയറാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. എന്നാലും എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ സ്വപ്നങ്ങളാണ് എവറസ്റ്റ് അങ്ങനെ കയറി എവറസ്റ്റിൻ്റെ മുകളിൽ ഇന്ത്യൻ പതാക പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു മിനി KR. പിറ്റേ ദിവസം മാധ്യമങ്ങളിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുക. എവറസ്റ്റ് കീഴടക്കി മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നൊരു മിനി KR എന്ന പെണ്ണ്.
ഇതൊക്കെ എനിക്ക് സങ്കല്പിക്കാം, ഇമാജിൻ ചെയ്യാം. പക്ഷെ അത് നടക്കണം എന്നില്ല. അതൊക്കെ നല്ല സങ്കല്പങ്ങളല്ലേ. ചന്ദ്രനിൽ പോണത്, സൂര്യനിൽ പോണത്, സ്പേസിൽ കറങ്ങണത്, ഇതൊക്കെ ഞാൻ ഒഴിവുള്ള സമയത്തൊക്കെ വട്ടാണോ എന്നറിയില്ല, എൻ്റെ സങ്കല്പങ്ങളും ഇഷ്ടങ്ങളുമാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് സാധിക്കാത്തതാണ്, ജീവിതത്തിൽ സാധിക്കില്ല. കോഴിക്കോട് ലുലു മാളിലൊന്ന് കറങ്ങണം എന്ന് വിചാരിച്ചാൽ സാധിക്കും. പാരഗൺ ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കും. അതൊക്കെ സാധ്യമായിട്ടുള്ളൂ. ഇനി പുതിയത് ഭഗവാൻ എന്താണ് കൽപ്പിച്ച് വെച്ചത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും കുത്തിച്ചാടി എവറസ്റ്റിൻ്റെ മണ്ടയിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പറഞ്ഞ പോലെ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ.